ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്വീറ്റാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അടിക്കട്ടിയുള്ള പാത്രം എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന സ്വീറ്റ് അടിക്ക് പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഊരിച്ച് കാണുമല്ലോ, കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നല്ലൊരു ഹൽവയാണ് ഞാൻ തയ്യാറാക്കുന്നത്. 2 ഗ്ലാസ് അളവിൽ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കളറിനായിട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പം ഞാൻ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറിലോട്ട് ഇത് മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് ഈ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം കഞ്ഞിവെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി കിട്ടും. അത്രയും സമയം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കഞ്ഞിവെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച ബീട്രൂട്ടിൻ്റെ കളറെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിരുന്ന ബീട്രൂട്ടെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. ഞാൻ ബീട്രൂട്ടെല്ലാം ഇതിനകത്തുനിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിനകത്തോട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഇറമ്പിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി തീരും. അത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ കഞ്ഞിവെള്ളം എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. നന്നായിട്ട് കുറുകി നല്ലൊരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് നല്ല കുറുക്ക് പോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് കാഷ്യൂനട്ടോ മുന്തിരിയോ എള്ളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ഉണങ്ങിയ ഏത്തക്കയാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത്തക്ക പഴം ഒത്തിരി പഴുത്ത് പോകുന്നത് ഞാൻ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാറുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഈ ഏത്തക്കപ്പഴമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴേ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഹൽവയുടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് നന്നായിട്ട് വരും. അതാണ് ഇതിൻ്റെ പാകമേ. കണ്ടോ, പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് കിട്ടും. ഇങ്ങനെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം. അപ്പം നമ്മുടെ ഹൽവയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണേ. പെട്ടെന്ന് കട്ടയായി പോവും. അതുകൊണ്ടാണ്. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമുക്കിനി ഇന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പം ഒട്ടും കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് ഹൽവ ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുത്താതെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലാണ് നമ്മുടെ ഹൽവ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവയാണ്. നമ്മൾ വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഇതൊക്കെ ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ ഹൽവ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.